ചരിത്രം എടുത്തു നോക്കിയാൽ എന്താണ് റാപ്പ് എന്നത്? ഇത് ആരുടെ സംഗീതമാണ്? ഇത് പട്ടികജാതിക്കാർക്ക് എന്താണ് റാപ്പിൽ കാര്യം? ഇവർക്ക് എങ്ങനെയാണ് റാപ്പുമായി ബന്ധം എന്നൊക്കെ ചോദിച്ചാൽ ഒരു സംശയം വേണ്ട. ഇപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം എടുത്ത് ഇങ്ങനെ പരിശോധിച്ചാൽ ഇത് അമേരിക്കയിൽ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ അടിച്ചമർത്തപ്പെട്ടവർക്കിടയിലൂടെ വന്ന് ഇപ്പോൾ ഏറ്റവും സജീവമായി റാപ്പ് നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യ. അതിൽ തന്നെ തമിഴ്നാടും കേരളവും അടക്കമുള്ള പ്രദേശങ്ങളിൽ റാപ്പ് തീ പോലെ പടരുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം അവർക്ക് പറയാനുള്ള പൊളിറ്റിക്സ് ശക്തമായി പറയാനുള്ള ഒരു ഉപാധിയായി തന്നെ ഇതിന്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നോക്കിയാൽ അറിവിനെ പോലെയുള്ളവർ അറിവ് മാത്രമല്ല കേട്ടോ, ഒരു വലിയ സംഘം തന്നെ ആ നിലയ്ക്ക് വന്നിരിക്കുന്നു. കേരളത്തിൽ നോക്കിയാലും റാപ്പിലൂടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, പൊളിറ്റിക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതിപ്പോൾ കേരളത്തിലെ മറ്റ് പല റാപ്പർമാരെ പോലെയല്ല വേടൻ്റെ കാര്യത്തിൽ. വേടൻ പറയുന്നത് ഞാൻ പൊളിറ്റിക്സ് തന്നെയാണ്, ഞാൻ വന്നിരിക്കുന്നത് രാഷ്ട്രീയം പറയാൻ തന്നെയാണ്. കഴിഞ്ഞ ഒരു ക്ലിപ്പ് കണ്ടു. ഈ അരാഷ്ട്രീയവാദികൾ എന്ന് നമ്മളെ പരിഹസിക്കുന്നവരോട് നിങ്ങൾ പറയണം, ഞങ്ങൾ രാഷ്ട്രീയം പറയുന്ന തലമുറയാണ്, രാഷ്ട്രീയം അറിയുന്ന തലമുറയാണെന്ന് നിങ്ങൾ പറയണം എന്ന് വന്നിരിക്കുന്ന വലിയ ക്രൗഡിനെ. ആ ക്രൗഡിൻ്റെ സ്വഭാവം നമുക്കറിയാമല്ലോ. ഒരു 16 വയസ്സ് 17 വയസ്സ് 18 വയസ്സൊക്കെയുള്ള വലിയ ക്രൗഡാണ് ഈ വേടൻ്റെ പാട്ടുകൾ കേൾക്കാൻ എത്തുന്നത്. അപ്പോൾ അസാമാന്യമായ ഒരു സ്വാധീന ശേഷി ഈ നിലയ്ക്ക് വേടൻ ഉണ്ടായിരിക്കുന്നു. വേടൻ വെറുതെ പാടിപ്പോവുകയല്ല, ഉത്സവപ്പറമ്പിൽ വന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദിയിലോ വന്ന് ഒരു കച്ചേരി നടത്തി പോവുകയല്ല വേടൻ ചെയ്യുന്നത്. വേണമെങ്കിൽ ഇപ്പോൾ കച്ചേരി നടത്തുന്നവരിൽ തന്നെ ചിലരോട് ഇവർക്ക് വലിയ വിയോജിപ്പുണ്ടല്ലോ, സംഘപരിവാറിന് വലിയ വിയോജിപ്പുണ്ട്. ആ മട്ടിൽ നോക്കിയാൽ ഇവിടെ ഇപ്പുറത്ത് കേരളീയ സാഹചര്യത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പട്ടികജാതിക്കാർക്കിടയിൽ, പിന്നോക്ക വിഭാഗക്കാർക്കിടയിലൊക്കെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ കൃത്യമായി രാഷ്ട്രീയം പറയുന്ന ഒരാൾ കൂടിയാണ് വേടൻ എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഈ ശശികലയ്ക്കോ മധുവിനോ ഒന്നും ഈ റെഗയുടെയോ റാപ്പിൻ്റെയോ രാഷ്ട്രീയവും അതെങ്ങനെയാണ് കീഴളവർഗവുമായി അല്ലെങ്കിൽ ഈ സബാൾട്ടൺ പൊളിറ്റിക്സുമായി അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അറിയാഞ്ഞിട്ടല്ല, അറിയുന്നത് കൊണ്ടാണ് ഇവർ ഈ പരാമർശങ്ങളും ശക്തമായ ആക്രമണവും നടത്തുന്നത്.